Hello dear friends, welcome back to our science classroom. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ചാപ്റ്റർ ഈസ് ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ്. സോ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. നമ്മൾ പ്ലാന്റ്സ് എന്താണ്, വാട്ട് ആർ ദി പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ? Okay. So, in this figure, in this image, parts of plants are shown in this particular image. So, what are the parts of plants? ഇവിടെ നോക്കിക്കേ, കാണാൻ പറ്റും ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഫ്ലവേഴ്സ്, ലീഫ് ആൻഡ് ഫ്രൂട്ട്, ദെൻ സ്റ്റെം. ഇത്രയും ചേരുന്നതാണ് ഏത് സിസ്റ്റം? ഷൂട്ട് സിസ്റ്റം. ഫ്ലവേഴ്സ്. So what is the function of flower? It helps in reproduction. പുതിയ plants ഉണ്ടാകാൻ വേണ്ടി help ചെയ്യും. Then leaf performs photosynthesis. കേട്ടിട്ടില്ലേ photosynthesis? Food preparation in plants. Plantsൽ food prepare ചെയ്യുന്ന process ആണ് photosynthesis. Okay. Then fruit, it protect the seed. അതിനകത്ത് സീഡ് ഉണ്ടാകും. സീഡ് കിളുത്തിട്ടാണ് ന്യൂ പ്ലാന്റ്സ് വിൽ ജനറേറ്റ്. സോ ദിസ് ഫ്രൂട്ട് വിൽ പ്രൊട്ടക്ട് ദി സീഡ്. ദെൻ സ്റ്റെം, support the plant. So nutrients ഒക്കെ ലീഫി കൊടുക്കുന്ന ആരാ? This stem. Okay. Then last one is root. Root will absorb the water and nutrients from the soil. So these are the parts of a plant. A shoot system and a root system. Shoot system consists of flowers, leaf, fruit and പിന്നെന്താ? Stem. പിന്നെന്താ consist of root. പിന്നുള്ളതാണ് root എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത് തന്നെ ഒരു പിക്ചറൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറൂടെ കൊടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെയുണ്ട്? പാർട്സ് ഓഫ് എ പ്ലാന്റ്, ഫ്ലവേഴ്സ്, ദെൻ ഫ്രൂട്ട്, ദെൻ സ്റ്റെം, ലീഫ്, ദെൻ നോഡ് ഉണ്ട്, ഇന്റർനോഡ് ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കി വെച്ചേ, നോഡ് ആൻഡ് ഇന്റർനോഡ്. വാട്ട് ഈസ് മെന്റ് ബൈ നോഡ്? സോ ഹിയർ ദിസ് പോർഷൻ ഈസ് നോഡ്. ഈ പോർഷൻ ആണ് ഏത്? നോഡ്. സോ ദിസ് പോർഷൻ ഈസ് node and this is internode. Internode means a space between two nodes. രണ്ട് നോഡ്സിന് ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ദെൻ ബഡ് ഉണ്ട്. ബഡ് എന്നറിയാമല്ലോ, ചെറിയ പുതിയ ചെടികൾ, ചെറിയ പുതിയ മുള കിളുത്ത് വരുന്നതാണ് ബഡ്. ദെൻ റൂട്ട് ഉണ്ട്, പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട്, റൂട്ട് സിസ്റ്റം. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് എ ഫ്ലവർ. ക്ലിയർ ആണല്ലോ? പാർട്സ് നെയിംസ് ഓർമ്മയുണ്ടല്ലോ? ലീഫ്, ഫ്ലവർ നമുക്ക് തന്നെ ഓർക്കാം. നമ്മളൊരു പ്ലാന്റ് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ അല്ലെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സ് ആ ലീഫ്, ഫ്ലവർ, സ്റ്റെം, റൂട്ട്. ഓൾ ദീസ് ആർ ദി പാർട്സ് ഓഫ് എ ഫ്ലവർ. സോ these plants are divided into 3 categories. How many categories? 3 categories. One is herbs, shrubs and trees. Herbs, shrubs and trees. So these are the 3 type of plants. First one is herb. ഇവിടെ നോക്കിക്കേ, കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പ്ലാന്റ് എങ്ങനെയാ? ഷോർട്ട് ആണ്, ഗ്രീൻ കളറാണ്, ടെൻഡർ, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ആൻഡ് ദീസ് ആർ ടൈപ്പ് ഓഫ് ഹെർബാണ്. കുറ്റിച്ചെടി പോലെ കുഞ്ഞായിട്ട് നിൽക്കുന്ന, വലിയ കനമൊന്നും ഇല്ലാത്ത, കട്ടിയൊന്നും ഇല്ലാത്ത ചെറുതാണ് ഹെർബ്. ദെൻ Mango, very tall mango tree. It's a big tree with hard stem. നല്ല കട്ടിയുണ്ട്, തിക്കാണ്, ഹാർഡാണ്. And that is a tree. Of course, അതെന്താണ്? ഒരു ട്രീ ആണ്. And last one is ലെമണിൻ്റെ ചെടി. അത് അത്ര വലിയ മരവുമല്ല, എന്നാൽ കുറ്റിച്ചെടിയുമല്ല. In between these two. And that type of are called shrubs. ക്ലിയർ ആയല്ലോ? കുഞ്ഞതാണെങ്കിൽ herbs, കുറച്ചുകൂടെ വലുതായ shrubs, big ones are known as trees. Clear ആണല്ലോ? So, let's see what is meant by herb. Plants with green and tender stems are called herbs. Green and tender stems are called herbs. These are short and may not have many branches. ഒത്തിരി ബ്രാഞ്ചസ് ഒന്നുമില്ലാത്ത ഷോർട്ടായിട്ടുള്ള plants ആണ് known as herbs. So here you can see the pictures of herbs. All these are comes under herbs. Tender ആണ്, വലിയ കനമൊന്നും ഇല്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. Okay, so these are the examples of herbs. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇനി നോക്കണം, herbs ഒക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കണം. So what is herbs? ഒന്നുകൂടെ പറയാമോ?
plants with green and tender stems are called herbs. Plants with green and tender stems are called herbs. And the plants with green and tender stems are called herbs. Next is shrubs. Shrubs എന്താന്ന് പറഞ്ഞു കുറച്ചുകൂടെ വലുതാണ്. So some plants develop branches near the base of the stem. The stem is hard but not very thick. Stem is hard but not very thick. So here you can see there are certain branches. കുറച്ചുകൂടെ branches ഉണ്ട്, കുറച്ചുകൂടെ നല്ല stem ഉണ്ട്, but it is not hard and thick as a tree. Okay. So such plants are called shrubs. So these are the examples of shrubs. കുറച്ചേറെ branches കാണും. Lots of branches are there. And it is not soft or tender, but it is not too hard. In between നിൽക്കുന്നതാണ് shrubs. Clear? So last one, last category, trees. Trees അറിയാമല്ലോ, വലിയ മരം, big trees. Some plants are very tall and have very hard and thick stem. നല്ല കട്ടിയുള്ള thick ആയിട്ടുള്ള stem ഉള്ള വലിയ tall ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? We call it as tree. Okay. So stems have branches in the upper part much above the ground. Stems in എന്തുണ്ട്? Branches ഉണ്ട്. In the upper part there are lots of branches. And they are also thick. അല്ലേ, നല്ല thick ആയിട്ടുള്ള, നല്ല കട്ടിയായിട്ടുള്ള, ഹാർഡ് ആയിട്ടുള്ള stem ഉണ്ട്, branches ഉണ്ട്. And this type of plants are called trees. 3 കാറ്റഗറി പഠിച്ചോ? Herbs, shrubs and trees. What are herbs? കുറ്റിച്ചെടികൾ. Tender and small, not too many branches. Then shrubs have certain branches and it is not too tender, not too hard. In between this, അല്ലേ, വലിയതല്ല, കുറച്ച് ചെറുത്, അങ്ങനെയുള്ളതിനെ we call it as shrubs. Last one is trees. Trees means hard ആണ്, thick ആണ്, ഭയങ്കര tall ആണ്, ഒത്തിരി branches ഉണ്ട്, and this is known as trees. Clear ആയല്ലോ? ഇനി ഈ 3 കാറ്റഗറിയിലും വരാത്ത 2 പേരുണ്ട്. 3 പഠിച്ചു, ഇതിലൊന്നും വരാത്ത 2 പേരുണ്ട്, അല്ലേ? ആരൊക്കെയാ? ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. ക്രീപ്പേഴ്സ്, ക്രീപ്പ് ചെയ്ത് പോകും. വാട്ട് ഈസ് മെന്റ് ബൈ ക്രീപ്പേഴ്സ്? എഴഞ്ഞു പോവാ, അല്ലേ? സോ സിമിലർ, ദേ കാണ്ട് അവർക്ക് ഒരെണ്ണത്തിൽ ഇങ്ങനെ പിടിച്ചു കയറി മേളിലോട്ട് പോകാനുള്ള അതിനുള്ള ഹെൽത്ത് ഒന്നുമില്ല, അതിനുള്ള ശക്തിയില്ല. സോ അത് മണ്ണിൽ തന്നെ, സാൻഡിൽ തന്നെ, സോയിലിൽ തന്നെ അങ്ങ് ക്രീപ്പ് ചെയ്യും, പടർന്ന് വളരും. ഓക്കെ, ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് plants are called creepers. Plants with weak stem. They are weak. അതിന് നേരെ നിൽക്കാൻ പോലുള്ള ശക്തിയില്ല, വീക്കാണ്. Weak stem that cannot stand upright. നേരെ ഒന്നും നിൽക്കാനുള്ള ശേഷിയില്ല. They cannot stand upright but spread on the ground. They can spread on the ground but cannot stand upright. അങ്ങനെ നേരെ നിൽക്കാൻ പറ്റാത്ത plants are called creepers. Creepers അങ്ങനെ ഗ്രൗണ്ടിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഇസ് ക്ലൈംബേഴ്സ്. പേര് തന്നെയുണ്ട്, ക്ലൈംബേഴ്സ്. ദേ ക്യാൻ ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സപ്പോർട്ട്. ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ടേക്ക് സപ്പോർട്ട് എടുത്തിട്ട് ദേ ക്യാൻ ക്ലൈംബ്. ഇങ്ങനെ മേളിലോട്ട് ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട് പറ്റും. നമ്മുടെ പയർ, അല്ലേ, പയറൊക്കെ ഉണ്ടാകുന്നത് ഇതെന്താ? നമ്മുടെ മത്തങ്ങ, അല്ലേ, പംകിൻ, വാട്ടർമെലൺ. ഓൾ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ക്രീപ്പേഴ്സ്. ക്ലൈംബേഴ്സ് ആണെങ്കിലോ നമ്മുടെ ബീൻസ്, പയർ, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ക്ലൈംബേഴ്സ്. ദേ ക്യാൻ ക്ലൈംബ്. ഒരു ട്രീയിലോ സപ്പോർട്ടിലോ കൊടുത്താൽ ദേ ക്യാൻ ക്ലൈംബ്. ക്രീപ്പേഴ്സ് ക്യാൻ നോട്ട് ക്ലൈംബ് ഓൺ എ ട്രീ ഓർ സപ്പോർട്ടർ. ദേ ക്യാൻ സ്പ്രെഡ് ഓൺ ദി ഗ്രൗണ്ട്. ഡിഫറൻസ് മനസ്സിലായോ? ഇത് ട്രീയും അല്ല, ഷ്രബും അല്ല, ഹെർബും അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്. 3 നമ്മൾ പഠിച്ചു, എക്സ്ട്രാ 2 കൂടെ വന്നു, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്കസ് ചെയ്തതിനകത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വേഗം നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഹെർബ്സ്? സിമ്പിൾ അല്ലേ? വാട്ട് ആർ ഹെർബ്സ് പറയാൻ പറ്റുമോ? ദ സ്മോൾ പ്ലാന്റ് വിത്ത് സോഫ്റ്റ് ടെൻഡർ സ്റ്റെം. സോഫ്റ്റ് ടെൻഡർ സ്റ്റെം. ദേ ആർ ഷോർട്ട് സ്റ്റെം ആയിരിക്കും ആൻഡ് ദേ ആർ കോൾഡ് ഹെർബ്സ്. ഷോർട്ട്, ടെൻഡർ, ഈ 2 വാക്ക് മറക്കരുത്. ഹെർബ് എന്ന് മനസ്സിൽ വരുമ്പോഴേ തന്നെ ഓർത്തോളുക, ഷോർട്ട് ആൻഡ് ടെൻഡർ. ചെറുതാണ്, ടെൻഡറാണ്, വളരെ കട്ടിയൊന്നും ഇല്ലാത്ത, നല്ല ടെൻഡർ ആയിട്ടുള്ള, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ചെടികളാണ് വി കോൾ ഇറ്റ് ആസ് ഹെർബ്സ്. വാട്ട് ആർ ഹെർബ്സ്? ഹെർബ്സ് ആർ ഷോർട്ട് ആൻഡ് ടെൻഡർ. ഷോർട്ട് ആൻഡ്
tender. So അവരെങ്ങനെ ഹൈറ്റ് ഒന്നുമില്ല, വലിയ ഹൈറ്റിലൊന്നും പോകത്തില്ല, കുറച്ച് ഹൈറ്റ് മാത്രമേ പോകത്തുള്ളൂ. Okay, so next is from the members of the various groups given below, find the odd one out. You have to find the odd one out. Coriander, mint, jamun, grass. Okay, so jamun, ഇതൊക്കെ ഹിന്ദി നെയിംസ് കൂടെ ആയതുകൊണ്ടാണ്. കൊറിയാണ്ടർ, അതെന്താ herbs ആണ്. Mint, that is also herb. And grass, we know that grass is also എന്താ herb ആണ് അല്ലേ? നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം അതെല്ലാം herb ആണ്. So which one is the odd one? Jamun. Jamun is the odd one. Okay, jamun is a tree. All others are herbs. നോക്കിയാൽ മതി, നമുക്ക് വേഗം തന്നെ odd one out കണ്ടുപിടിക്കാം. Then rose, mehendi, guava, morpank. Okay, so ഇവിടെ എല്ലാം എന്താ, റോസ് ഒരു shrub-ആണ്, റോസ് ചെടി, മെഹന്തി shrub-ആണ്, ഗുവ എന്തുവാ, നമ്മുടെ പേര ഒരു മരമാണ് അല്ലേ, ട്രീ ആണ്. പിന്നെ morpank is also a shrub. So all these are shrub, only guava is the odd one. Okay, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് കാറ്റഗറൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് odd one കണ്ടുപിടിക്കാം. What are climbers and creepers? Give some example. What are climbers and creepers? Climbers, they can climb with a support. കുറച്ച് climb ചെയ്യാം, they can stand. നേരെ നിൽക്കാനായിട്ട് പറ്റും. In some plants like grapevine, money plant, beanstalk, ground plants, etc., the stem is so weak that it cannot hold straight. They either stand up with some support. സപ്പോർട്ടോട് കൂടി അവർക്ക് നേരെ നിൽക്കാൻ പറ്റും. സപ്പോർട്ട് ഇല്ലെങ്കിൽ they cannot stand. Such plants are called climbers. Example, grapevine, money plant, all these are the example. Then creepers, they cannot climb on a support. Support എല്ലാം കയറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ എന്താ, they spread on the ground. ഗ്രൗണ്ടിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യുക. Such plants are called creepers. കിട്ടിയല്ലോ. എക്സാമ്പിൾ, pumpkin, watermelon. അവർ റൺ ചെയ്യുക അല്ലെ, ഇങ്ങനെ പടന്നങ്ങ് കിളുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തേ, ഇൻട്രൊഡക്ഷൻ ചെയ്തേ ഉള്ളൂ. എന്തൊക്കെയാണ്, there are different types of plants, shrubs, herbs and trees. ഓർഡറിൽ തന്നെ പഠിക്കുക. which one is first one? Herbs, shrubs and trees. കുറ്റിച്ചെടി ടെൻഡർ ആൻഡ് സോഫ്റ്റ് ആർ നോൺ ആസ് herbs. shrubs means കുറച്ചുകൂടെ ബ്രാഞ്ചസ് ഉണ്ട്, ഇച്ചിരൂടെ ടെൻഡർ അല്ല, ഇച്ചിരൂടെ ഹാർഡാണ്, അത്ര ടെൻഡർ അല്ല, സോഫ്റ്റ് അല്ല, ലിറ്റിൽ ഹാർഡ് ബട്ട് നോട്ട് ടു മച്ച് ഹാർഡ്. ദാറ്റ് ഈസ് നോൺ ആസ് shrubs. ആൻഡ് ട്രീസ് വെരി ഹാർഡ് ആൻഡ് തിക്ക് അല്ലേ, വളരെ ലോങ് ടോൾ ആയിട്ട് പോകുന്നതാണ് ട്രീസ്. ആൻഡ് സെക്കൻഡ് ടൈപ്സ് ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. ഇത്രയും മാത്രമേ പഠിച്ചുള്ളൂ. കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കിട്ടിയില്ലേ എല്ലാവർക്കും? അങ്ങനെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നോക്കുക. ലൈവ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കും. വർക്ക്ഷീറ്റൊക്കെ വേഗം തന്നെ ചെയ്ത് തീർക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ we will meet in the next class with the next topic. Till then, bye. Thank you.